ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജിന്റെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊന്നാണല്ലോ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തുന്ന സിനിമയുടെ ദുബായ് ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാളെയോടെ സിനിമയുടെ ദുബായ് ഷെഡ്യൂൾ ഷൂട്ട് പൂർത്തിയാകുമെന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. അതിനുശേഷം നേപ്പാളിൽ 2 മുതൽ 4 ദിവസത്തെ ഷൂട്ടുണ്ടാകും. ആ ഷെഡ്യൂളോടുകൂടി സിനിമ പാക്കപ്പ് ആകുകയാണ്. ഈ ജൂൺ മാസം തന്നെ സിനിമയുടെ മൊത്തം ഷൂട്ടിംഗ് പാക്കപ്പ് ആകുന്നതാണ്. അപ്പോൾ ആവേശത്തോടെ കാത്തിരിക്കാം സിനിമയുടെ പാക്കപ്പ് അപ്ഡേറ്റിനായിട്ട്, റിലീസിനായിട്ട്. അതിനിടയിൽ ഇന്നൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണല്ലോ. യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമ ഓഗസ്റ്റ് 26 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന വമ്പൻ പ്രഖ്യാപനമാണ് ഇന്ന് KVN പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ 2 തവണയെല്ലാം തന്നെ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമ കൂടിയായിരുന്നു ടോക്സിക്. ഏറ്റവും ഒടുവിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് ചിത്രം ഓണക്കാലത്ത് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതോടെ മലയാള സിനിമകളെ, മലയാളത്തിന്റെ ഓണചിത്രങ്ങളെ ബാധിക്കും ടോക്സിക് എന്നൊരു ആശങ്കയാണ് ഒരുപാട് മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിലുള്ളത്. ദുൽഖറിന്റെ ഐ ആം ഗെയിം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയും പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയും ഇതേ ഓണക്കാലത്താണ് എത്തുന്നത്. ഈ 2 മലയാളം സിനിമകളെ കൂടാതെ നിവിൻ പോളിയുടെ അടുത്ത ഫാമിലി എന്റർടൈനർ സിനിമ ബദ്ലഹേം കുടുംബ യൂണിറ്റും ഓണക്കാലത്ത് എത്തുന്ന മറ്റൊരു മലയാളം സിനിമ കൂടിയാണ്. മോളിവുഡിന്റെ ഒരു വൻ ഓണക്കാലം ഇപ്പോഴത്തെ കന്നഡയിൽ നിന്നുള്ള യാഷിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ ടോക്സിക് റാഞ്ചുമോ എന്നൊരു സംശയം ഒരുപാട് പ്രേക്ഷക മനസ്സുകളിലുണ്ട് എന്നാണ് ഇന്ന് പല കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ടോക്സിക് റാഞ്ചുമോ എന്ന് നമ്മോട് ചോദിച്ചാൽ, ടോക്സിക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്താൽ മലയാള സിനിമകളെല്ലാം തന്നെ ഓവർസീസിൽ സ്ക്രീനിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ബാധിക്കും. അതേസമയം ഏറ്റവും കൂടുതൽ പണി കിട്ടുക ഒരുപക്ഷെ ദുൽഖറിന്റെ ഐ ആം ഗെയിമിനായിരിക്കും. ദുൽഖർ ഇപ്പോൾ കേരളത്തിനേക്കാൾ കൂടുതൽ സ്വീകാര്യൻ തെലുഗു നാട്ടിലാണല്ലോ. അപ്പോൾ തെലുഗു നാട്ടിൽ വലിയ റിലീസ് എല്ലാം തന്നെ ഐ ആം ഗെയിമിന് ഉണ്ടാകും. ടോക്സിക്കിന്റെ തെലുഗു തിയേറ്റർ റൈറ്റ്സ് എല്ലാം തന്നെ വലിയ തുകയ്ക്കാണ് വിറ്റടിക്കുക എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞെത്തുന്ന ടോക്സിക്കിന്റെ വരവോടെ ഐ ആം ഗെയിം എത്ര നല്ല അഭിപ്രായങ്ങൾ നേരിടുത്താലും എടുത്തു മാറ്റാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു തിരക്കേറിയ മാസമായിട്ട് ഈ വർഷം ഓഗസ്റ്റ് മാസം മറികടഞ്ഞിരിക്കുകയാണ്. ഇനി പറഞ്ഞ സിനിമകൾ ഏതെങ്കിലും സിനിമകളുടെ റിലീസ് മാറ്റുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക്.